Hello guys, welcome to Half Page Academy. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ടർ റിസോഴ്സസിന്റെ ബാക്കി 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ദ ടോട്ടൽ റെയിൻഫോൾ ഇൻ എ കാച്ച്മെന്റ് ഓഫ് ഏരിയ 1000 kilometer square during a 6-hour storm is 19 centimeter. The surface runoff due to this storm computed from triangular direct runoff hydrograph is 1 into 10 raised to 8 meter cube. The phi index for this storm in centimeter per hour up to 1 decimal place എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിതും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? റെയിൻഫോൾ, ടോട്ടൽ റെയിൻഫോൾ നമുക്ക് അറിയാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 19 സെന്റിമീറ്റർ. ഓക്കെ, 19 സെന്റിമീറ്റർ. ഓക്കെ, അതേപോലെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈ ഇൻഡെക്സ് ആണ്. ഓക്കെ, ഫൈ ഇൻഡെക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈ ഇൻഡെക്സ് ആകുമ്പോൾ എന്താണ്? ജസ്റ്റ് റെയിൻഫോൾ നമുക്കറിയാം. റെയിൻഫോളിൽ നിന്ന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? റൺ ഓഫിന് മൈനസ് ചെയ്യണം. റെയിൻഫോളിൽ നിന്ന് റൺ ഓഫിന് മൈനസ് ചെയ്യണം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 1 into 10 raised to 8. ഓക്കെ, 1 into 10 raised to 8. ഇത് എത്രയാണ്? മീറ്റർ ക്യൂബ്. യൂണിറ്റ് ശ്രദ്ധിക്കണം, ബിക്കോസ് ഇവിടെ യൂണിറ്റിന്റെ ഒരു ഇതാണ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ മീറ്റർ ക്യൂബിലാണ്, വോള്യൂമാണ്. അപ്പം നമുക്ക് എന്താണ് ഇവിടെ ഏരിയ തന്നിട്ടുണ്ട്? 1000 kilometer square. ഓക്കെ, അപ്പോൾ ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കിലോമീറ്റർ സ്ക്വയർ ആണ്, അതിൽ നമുക്ക് മീറ്റർ സ്ക്വയറിലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻറ്റു 10 raised to 6. അപ്പോൾ മീറ്റർ സ്ക്വയറിൽ കൺവേർട്ട് ആയി. അപ്പോൾ ഇവിടെ എന്താണ്? മീറ്റർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ടോട്ടൽ വാല്യൂ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇത് ക്യാൻസൽ ആവും, ഇത് ക്യാൻസൽ ആവും, അപ്പോൾ നമുക്ക് മീറ്ററിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഈ ഒരു ആൻസർ, ഈ ഒരു പാരാമീറ്റർ എന്ന് പറയുമ്പോൾ മീറ്ററിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇതെന്താണ്? സെന്റിമീറ്ററിലാണ്. ഓക്കെ, ഇതെന്താണ്? സെന്റിമീറ്ററിലാണ്. നമുക്ക് ഈ സെക്കൻഡ് പാരാമീറ്റർ എന്താണ്? ഫുൾ മീറ്ററിൽ കൺവേർട്ട്. അപ്പോൾ മീറ്ററിലാണ് നമുക്ക് എന്താണ് ഡയറക്റ്റ് മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇതിനെയും നമുക്ക് സെന്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യണം. മീറ്ററിനെ സെന്റിമീറ്ററിന് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എന്താണ്? ഇൻറ്റു 10 raised to 2. ഓക്കെ, അപ്പം ഈ പാരാമീറ്ററും ഇപ്പോൾ എന്താണ്? ഫുൾ ആയിട്ടും നമ്മുടെ ഇതും സെന്റിമീറ്ററിലായി. ഓക്കെ, അപ്പം ഈ പാരാമീറ്ററും സെന്റിമീറ്ററിലായി. ഓക്കെ, പിന്നെ എന്താണ്? നമുക്ക് ഫൈ ഇൻഡെക്സിന് യൂണിറ്റ് ജനറലി അറിയാം, സെന്റിമീറ്റർ പെർ അവർ ആണ്. പക്ഷേ ഇൻ കേസ് നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മതി. ക്വസ്റ്റ്യനിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെന്റിമീറ്റർ പെർ അവർ. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ യൂണിറ്റ് നമ്മളിപ്പോൾ കിട്ടിയ യൂണിറ്റിനെ ഡിവൈഡഡ് ബൈ എത്ര അവർ ആണ് പറഞ്ഞിട്ടുള്ളത്? 6 hours storm ആണ്. ഓക്കെ, അപ്പം ഡിവൈഡഡ് ബൈ 6. ഓക്കെ, അപ്പോൾ ഫുൾ ആയിട്ടുള്ള പാരാമീറ്റർ നമ്മൾ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത്? ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.5 സെന്റിമീറ്റർ പെർ അവർ ആണ് കിട്ടുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് റെയിൻഫോൾ അറിയാം, ഇൻഫിൽട്രേഷന്റെ ഒരു വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫൈ ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ റെയിൻഫോളിൽ നിന്ന് നമുക്ക് റൺ ഓഫ് മൈനസ് ചെയ്യണം. ജസ്റ്റ് യൂണിറ്റിന് നമുക്ക് ശ്രദ്ധിക്കണം. ഇവിടെ തന്നിട്ടുള്ളത് മീറ്റർ ക്യൂബിലാണ്. ഓക്കെ, പിന്നെ ഏരിയയും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, മീറ്റർ ക്യൂബ് ഏരിയയും തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്താണ്? മീറ്ററിലെ ആൻസർ കണ്ടുപിടിക്കണം. അതിലും ഫൈനലായിട്ട് നമ്മൾ മൈനസ് ചെയ്യരുത്. പിന്നെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം, ബിക്കോസ് ടോട്ടൽ ആൻസർ വരേണ്ടത് സെന്റിമീറ്റർ പെർ അവറിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? 1.5 സെന്റിമീറ്റർ പെർ അവർ. ഓക്കെ, 1.5 സെന്റിമീറ്റർ പെർ അവർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഗ്രൂപ്പ് 1 കണ്ടെയ്ൻസ് പാരാമീറ്റേഴ്സ് ആൻഡ് ഗ്രൂപ്പ് 2 കണ്ടെയ്ൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ഗ്രൂപ്പ് 1 എന്താണ് പറഞ്ഞിട്ടുള്ളത്? പി എന്താണ്? സ്ട്രീം ഫ്ലോ വെലോസിറ്റി. ക്യൂ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ റേറ്റ്. ആർ ഇൻഫിൽട്രേഷൻ റേറ്റ്. എസ് വിൻഡ് വെലോസിറ്റി. ഗ്രൂപ്പ് 2 1 എന്ന് പറയുന്നത് അനിമോമീറ്റർ. 2 എന്ന് പറയുന്നത് പെൻമാൻസ് മെത്തേഡ്. 3 ഹോട്ടൻസ് മെത്തേഡ്. 4 കറണ്ട് മീറ്റർ. ഓക്കെ, അപ്പം ഇതിൽ ചിലപ്പോൾ നമുക്ക് എന്താണ് ഫുൾ ആയിട്ട് അറിയണം എന്ന് നിർബന്ധമില്ല. പക്ഷേ 2-3 വാല്യൂ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ ആണ്. അങ്ങനത്തെ ഇങ്ങനെ മാച്ച് ഫോളോയിങ്ങിൽ നമുക്ക് എന്താണ് 2-3 പാരാമീറ്റർ അറിയണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. വിൻഡ് വെലോസിറ്റി നമുക്ക് അതൊന്നും അറിഞ്ഞുകൊണ്ടെങ്കിൽ വിൻഡ് വെലോസിറ്റി അറിയായിരിക്കും. എന്താണ് വിൻഡ് വെലോസിറ്റി? അനിമോമീറ്റർ എന്ന് അറിയായിരിക്കും. വിൻഡ് വെലോസിറ്റി എന്താണ്? അനിമോമീറ്റർ. ഞാൻ ഇതിന് നേരെ എഴുതുകയാണ്. എസ് എന്ന് പറയുന്നത് 1. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? എസ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ബാക്കി 2 തന്നെ എലിമിനേറ്റ്. അപ്പോൾ ഇത് രണ്ടും എന്തായാലും അല്ല. മനസ്സിലായി? അപ്പോൾ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇനി. ഓക്കെ, പിന്നെന്താണ്? പിന്നെ നമുക്കുള്ളത് എന്താണ്? സ്ട്രീം ഫ്ലോ വെലോസിറ്റി ഉണ്ട്, ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ഉണ്ട്, ഇൻഫിൽട്രേഷൻ നമുക്ക് കുറേ ദിവസം കൊണ്ട് നോക്കുന്നുണ്ട്. ഇൻഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഹോട്ടൻസ് മെത്തേഡ് ആണ്. അത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ എന്താണ്? 3. അങ്ങനെ തന്നെ എലിമിനേറ്റ് ആവാൻ നോക്കാം. ക്യൂ ആർ എന്ന് പറയുന്നത് 3. ഓക്കെ, ആർ എന്ന് പറയുന്നത് 3. അപ്പോൾ അങ്ങനെ തന്നെ എലിമിനേറ്റ് ആയി. മനസ്സിലായോ? അപ്പം എന്താണ്? സെക്കൻഡ് ആൻസർ ആവത്തില്ല, 3 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരേണ്ടത്. ഓക്കെ, അങ്ങനെ തന്നെ എലിമിനേറ്റ് ആയി. പക്ഷേ ബാക്കി നോക്കാം. പി എന്ന് പറയുന്നത് എന്താണ്? 4. സ്ട്രീം ഫ്ലോ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഡിസ്ചാർജ് ആണ്. ഓക്കെ, അപ്പോൾ സ്ട്രീം ഫ്ലോ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? കറണ്ട് മീറ്റർ ആണ്. അത് നമുക്ക് അറിയുന്ന പാരാമീറ്റർ ആണ്. അതേപോലെ ക്യൂ എന്താണ്? ഇവാപ്പോ ട്രാൻസ്പിറേഷൻ. അതെന്താണ്? പെൻമാൻസ് മെത്തേഡ് ആണ്. ഇത് ചിലപ്പോൾ അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ സിമ്പിൾ ആണ്. അത്
അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇങ്ങനെയും സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The rainfall during these successive 2-hour periods are 0.5, 2.8, 1 and 1.6 centimeter. The surface runoff resulting from this storm is 3.2 centimeter. The phi index value of this storm is 0.2 centimeter per hour, 0.28 centimeter per hour, 0.3 centimeter per hour, 0.8 centimeter per hour. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഫൈയുടെ നമുക്കറിയാം എന്താണ് നമുക്ക് ചെയ്യേണ്ട. സിമ്പിൾ ആയിട്ടുള്ള ഫൈ ഇൻഡെക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? റെയിൻഫോൾ മൈനസ് റൺ ഓഫ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് പാരാമീറ്റർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് അസംഷൻ ഒക്കെ ചെയ്യണം. ഓക്കെ, സിമ്പിൾ കേസിൽ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ആദ്യം ടോട്ടൽ റെയിൻഫോൾ നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് നോക്കാം. സെക്കൻഡ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ റെയിൻഫോൾ മൈനസ് റൺ ഓഫ്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഫോർമുല ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഇൻ അവേഴ്സിലായിരിക്കും ജനറലി. ഓക്കെ, ഇതാണ് ജനറൽ ആയിട്ടുള്ള ഫോർമുല. ഇനി നമ്മൾ നോക്കാം എന്താണ്. അപ്പോൾ ടോട്ടൽ റെയിൻഫോൾ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? 0.5 പ്ലസ് 2.8 പ്ലസ് 1.6. ഓക്കെ, 0.5, 2.8 പ്ലസ് 1.6. ഞാൻ ഇവിടെ സൈഡിലായിട്ട് എഴുതാം. ഞാൻ ബിക്കോസ് ആ ഒരു പാരാമീറ്റർ നമുക്ക് അറിയാമല്ലോ, അത് നോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എഴുതാം. 5 is equal to 0.5 പ്ലസ് 2.8 പ്ലസ് 1.6. ഓക്കെ, മൈനസ് എന്താണ്? മൈനസ് 3.2. റൺ ഓഫ് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 3.2 ആണ്. ഓക്കെ, അപ്പോൾ അതും ഞാൻ ഇവിടെ എഴുതുകയാണ് 3.2. ടോട്ടൽ ഡ്യൂറേഷൻ എത്രയാണ്? ടോട്ടൽ ഡ്യൂറേഷൻ എത്രയാണ്? 6 hours ആണ്. ഓക്കെ, ഇവിടെ നോക്കിയിട്ടുണ്ടായിരിക്കും. ടോട്ടൽ ഡ്യൂറേഷൻ എത്രയാണ്? 6 hours. 6 hours എന്ന് പറയുമ്പോൾ 2 സക്സസീവ് പീരിയഡ്സിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ്? 3 സക്സസീവ് പീരിയഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 into 3, അപ്പോൾ 6 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്? 6. ടോട്ടൽ എന്ന് പറയുന്നത് 6. അതേപോലെ നമ്മുടെ ഫസ്റ്റ് അസംഷൻ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഫൈയുടെ വാല്യൂ ലെസ് ദാൻ 0.5/2. ഓക്കെ, അപ്പോൾ ഈ 2 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ 2 അവറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വാല്യൂ. നമ്മൾ ഫസ്റ്റ് അസംഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് വാല്യൂ എടുത്തു 0.5 ഡിവൈഡഡ് ബൈ 2 നെക്കാളും കുറവായിരിക്കണം ഫൈൻ്റെ വാല്യൂ. ഇനി നമുക്ക് നോക്കാം ഈ ഫൈയുടെ വാല്യൂ നമുക്ക് ഡിവൈഡ് ബൈ 2 ഇതിൻ്റെ എത്രയാണ് വാല്യൂ? 0.25 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഈ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 0.25നെക്കാളും എന്താണ്? ചെറിയ വാല്യൂ ആണ് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് എന്താണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഫൈനൽ ആൻസർ കിട്ടുന്നതെന്ന് പറയുകയാണെങ്കിൽ 2.285 ആണ് കിട്ടുന്നത്. ഓക്കെ, 0.285 ആണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ അസംഷൻ എന്താണ്? തെറ്റാണ്. ഫസ്റ്റ് അസംഷൻ ആണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് അസംഷൻ നമ്മുടെ തെറ്റാണ്. ഓക്കെ, അപ്പം ഈ അസംഷൻ തെറ്റാണ്. ഇനി നമുക്ക് സെക്കൻഡ് അസംഷൻ നോക്കാം. ഓക്കെ, ഇത്ര വലിയ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, പക്ഷെ നമുക്കൊരു മെത്തഡോളജി അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സെക്കൻഡ് അസംഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെക്കൻഡ് പാരാമീറ്റർ എടുക്കണം. സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണുള്ളത്? 2.8. ഓക്കെ, അപ്പോൾ 2.8 നമ്മൾ ഇനി എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാരാമീറ്ററിനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട സെക്കൻഡും തേർഡും മാത്രം എടുത്താൽ മതി. ഓക്കെ, 2.8 പ്ലസ് 1.6 മൈനസ് 3.2 ഡിവൈഡഡ് ബൈ എത്രയാണ് അവർ വരേണ്ടത്? മറ്റേ 3 കൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആയിരുന്നു, ഇവിടെ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ എന്താണ്? 4. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ 0.3 സെന്റിമീറ്റർ പെർ അവർ എന്ന് വരും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താണ് അസംഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫൈൻ്റെ വാല്യൂ ലെസ് ദാൻ സെക്കൻഡ് പാരാമീറ്റർ ഡിവൈഡ് ബൈ 2. ഓക്കെ, സോറി, ഇതല്ല. നമ്മുടെ ഈ ഒരു അസംഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് പാരാമീറ്റർ എന്താണ്? ഇതിന്റെ ഇടയ്ക്കുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തതാണ് 0.5 ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പം ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്? 0.5 ഡിവൈഡഡ് ബൈ 2വിനെക്കാളും വലിയ വാല്യൂ ആയിരിക്കണം. അതേപോലെ 2.8 ഡിവൈഡഡ് 2വിനെക്കാളും എന്താണ്? ചെറിയ വാല്യൂ ആയിരിക്കണം. അതാണ് നമ്മുടെ കൺസിഡറേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പം അത് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എഴുതാം എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ വാല്യൂ ഉണ്ടെന്ന്? 0.5 ഉണ്ടായിരുന്നു, അതേപോലെ 2.8 ഉണ്ടായിരുന്നു, അതേപോലെ തേർഡ് പാരാമീറ്റർ ഉണ്ടായിരുന്നു. തേർഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് 1.6. ഓക്കെ, 1.6 നമുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈഡ് ബൈ 2 ചെയ്യണം. അപ്പോൾ എത്രയാണ്? 0.8. ഇത് ഡിവൈഡ് ബൈ 2 ചെയ്യണം. അപ്പോൾ എത്രയാണ്? 1.4. ഇത് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്? 0.25 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം സെക്കൻഡ് പാരാമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 0.25നെക്കാളും വലുതായിരിക്കണം, അതേപോലെ 1.4നെക്കാട്ടിൽ ചെറുതായിരിക്കണം, അതേപോലെ 0.8നെക്കാളും ചെറുതായിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ആൻസർ അങ്ങനെ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ആണോ അല്ലയോ എന്ന്. ഇവിടെ കാണാൻ പറ്റും 0.3 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ 0.3 ആണ്. നമുക്ക് ഓപ്ഷനിൽ നോക്കാം, ഓപ്ഷനിൽ ഉണ്ടോ എന്ന്. ഇവിടെ കാണാൻ പറ്റും, യെസ് ഉണ്ട്. മനസ്സിലായോ? സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. 0.3 സെന്റിമീറ്റർ പെർ അവർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ?
ഓക്കെ, നെക്സ്റ്റ് പാരാമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൺ ബിലോ ദ ലിസ്റ്റ്. ഓക്കെ, ലിസ്റ്റ് 1 എന്താണ് പറഞ്ഞിട്ടുള്ളത്? റെയിൻഫോൾ ഇന്റൻസിറ്റി, റെയിൻഫോൾ എക്സസ്, സി റെയിൻഫോൾ ആവറേജിങ്, ഡി മാസ് കർവ്. ഓക്കെ, ലിസ്റ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 1 ഐസോ ഹൈറ്റ്സ്, 2 ക്യുമുലേറ്റീവ് റെയിൻഫോൾ, 3 ഹൈറ്റോഗ്രാഫ്, 4 ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിലും നമുക്ക് ഫുൾ ആയിട്ട് ഓപ്ഷൻ അറിയണമെന്നില്ല, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി. ഓപ്ഷനിൽ എങ്ങനെയാണ് നമ്മൾ ആദ്യം ഏതാണ്? എക്സസ് റൺ ഓഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റെയിൻഫോൾ എക്സസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും? അത് റൺ ഓഫ് ആയിരിക്കും. അപ്പോൾ 4 അത് നമുക്ക് മനസ്സിലായി. അതേപോലെ ഇത് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മളെല്ലാം നോക്കി. റെയിൻഫോൾ ആവറേജിങ് എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കിയത്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് മീൻ മെത്തേഡ് നമ്മൾ നോക്കി, തീസൻ പോളിഗൺ നമ്മൾ നോക്കി, തേർഡ് ഐസോ ഹൈറ്റ് നമ്മൾ നോക്കി. ഓക്കെ, ഐസോ ഹൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഫസ്റ്റ്? ഓക്കെ, അപ്പം ഇത് ഐസോ ഹൈറ്റ് ആണ് വരുന്നത്. ആവറേജ് റെയിൻഫോൾ ആവറേജിംഗ് എന്ന് പറയുന്നത് ഐസോ ഹൈറ്റ് ആണ്. ഓക്കെ, അടുത്ത എന്താണ്? മാസ് കർവ് നമുക്ക് നോക്കിയതാണ്. മാസ് കർവ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? അപ്പം ഇത് നമ്മുടെ കഴിഞ്ഞു. അതേപോലെ ഐസോ ഹൈറ്റ് നമ്മുടെ കഴിഞ്ഞു. മാസ് കർവ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്യുമുലേറ്റീവ് റെയിൻഫോൾ ആണ്. ക്യുമുലേറ്റീവ് റെയിൻഫോൾ ആണ് മാസ് കർവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? റെയിൻഫോൾ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈഡ്രോഗ്രാഫ് ആണ്. ഓക്കെ, റെയിൻഫോൾ ഇന്റൻസിറ്റി എന്താണ്? ഹൈഡ്രോഗ്രാഫ് ആണ്. അതങ്ങനെ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഇവിടെ 3, 4, 1, 2. ഓക്കെ, 3, 4, 1, 2 എന്ന് പറയുമ്പോൾ എന്താണ്? ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇതും സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ ചോദിക്കാനുള്ള സാധ്യത ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡ്യൂറിങ് എ 6-hour storm the rainfall intensity was 0.8 cm/hour on a catchment of area 8.6 km². The measured runoff volume during this period was 256,000 meter cube. The total rainfall lost due to infiltration, evaporation and transpiration in centimeter/hour is 0.8, 0.304, 0.496. സഫീഷ്യന്റ് ഇൻഫർമേഷൻ നോട്ട് അവൈലബിൾ. അതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതും സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം. ടോട്ടൽ നമുക്ക് ഓൾറെഡി അറിയാം. ഇൻഫിൽട്രേഷൻ്റെ ഒക്കെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. ലോസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. രണ്ട് നമുക്ക് എന്താണ്? റെയിൻഫോളിന്റെ എത്ര വരുന്നുണ്ട്, റൺ ഓഫിന് എത്ര വരുന്നുണ്ട്, മൈനസ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം നോക്കാം എന്താണെന്ന്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 0.8 തന്നിട്ടുണ്ട്. റെയിൻഫോളിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 0.8 into 6. ഓക്കെ, 0.8 into 6. അപ്പോൾ എത്രയാണ് വരുന്നത്? 4.8 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 4.8 സെന്റിമീറ്റർ നമുക്ക് കിട്ടും. ഓക്കെ, 6 hours ആണ്. ഓക്കെ, 0.8 cm/hour ആണ്. ഇൻറ്റു 6 ചെയ്യുമ്പോൾ അവർ ക്യാൻസൽ ആവും, സെന്റിമീറ്ററിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇൻറ്റു നമ്മൾ എന്താണ് ചെയ്തത്? സെന്റിമീറ്ററിലാണ്, നമുക്ക് മീറ്ററിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 10⁻². ഓക്കെ, 10⁻² നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത് ഏരിയ ആണ്. ഇതിൽ നമുക്ക് മീറ്ററിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 8.6 ഇൻറ്റു 10⁻6 മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് അതിലും ആൻസർ കിട്ടും. ഇപ്പോൾ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇത് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് ആൻസർ എന്താണ് കിട്ടുന്നത്? ടോട്ടൽ മീറ്റർ ക്യൂബിൽ ആൻസർ കിട്ടും. അപ്പോൾ ഇതിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മീറ്റർ ക്യൂബിൽ എത്രയാണ് കിട്ടുന്നത്? ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് 412,800 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് മീറ്റർ ക്യൂബിൽ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ലോസസ് കണ്ടുപിടിക്കണം. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? റൺ ഓഫ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ലോസസ് നമുക്ക് മൈനസ് ചെയ്യണമെങ്കിൽ എന്താണ്? ലോസസ് എന്ന് പറയുമ്പോൾ 41800 മൈനസ് റൺ ഓഫ് എത്രയാണ്? 256,000. ഓക്കെ, 256,000. ഓക്കെ, 256,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുമെന്ന് നോക്കാം. ആൻസർ എത്രയാണ് വരുന്നത്? ഓക്കെ, അതിന് മുന്നേ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത് മൈനസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ്? ലോസസ് നമുക്ക് കിട്ടി, ഡിവൈഡഡ് ബൈ ഏരിയ. നമുക്ക് എന്തിലാണ് ആൻസർ വേണ്ടത്? നമുക്ക് വേണ്ടത് ഇവിടെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ/ഹവറിലാണ് ആൻസർ വേണ്ടത്. ഓക്കെ, അത് മീറ്റർ ക്യൂബ് നമുക്ക് കിട്ടി. ഡിവൈഡ് ബൈ ഏരിയ എത്രയാണ് ഉള്ളത്? ഏരിയ നമുക്ക് പറഞ്ഞിട്ടുള്ളത് 8.6 km² ആണ്. ഓക്കെ, 8.6 km² ആകുമ്പോൾ 8.6 ഇൻറ്റു 10⁻6 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് മീറ്ററിൽ ആൻസർ കിട്ടും. ഓക്കെ, മീറ്ററിൽ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ് ആൻസർ കിട്ടുന്നത്? മീറ്ററിൽ നമുക്ക് ആൻസർ കിട്ടും. മീറ്ററിൽ നമുക്ക് ആൻസർ വേണ്ടത്, ഇതിൽ നമുക്ക് ആൻസർ കിട്ടും. ഇൻറ്റു സെന്റിമീറ്ററിലാണ് വേണ്ടത് അല്ലേ? അപ്പോൾ സെന്റിമീറ്ററിലാവുമ്പോൾ ഇൻറ്റു 10⁻6
2. ഓക്കെ, അപ്പം നമുക്ക് ഫുള്ളായിട്ട് ഫൈനൽ ആൻസർ നമുക്ക് ഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0.304 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ആവുന്നത്. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ആവുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. റെയിൻഫോൾ നമ്മൾ കണ്ടുപിടിച്ചു, അതേപോലെ റൺ ഓഫ് നമ്മൾ കണ്ടുപിടിച്ചു, രണ്ടും വോള്യത്തിൽ കൺവേർട്ട് ചെയ്തു. വോള്യത്തിൽ നമ്മൾ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് മീറ്ററിൽ ആൻസർ കിട്ടി. മീറ്റർ നമുക്ക് അഗെയിൻ സെന്റിമീറ്ററിലാണ് ആൻസർ, അപ്പോൾ സെന്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഹൈഡ്രോളജി എന്ന് പറയുന്നത് ഫുൾ ഓഫ് എന്താണ് യൂണിറ്റ്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈഡ്രോളജിയുടെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് കൺവേർഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, മീറ്റർ ക്യൂബ്, അതേപോലെ മീറ്റർ ടു സെന്റിമീറ്റർ, അതിൽ നമ്മൾ മറന്നു പോകും അവസാനം വരും. ഓക്കെ, പക്ഷേ ആൻസർ ഓപ്ഷനിൽ എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്ന ആൻസറും ഉണ്ടായിരിക്കും, അതുകൊണ്ട് നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത സെക്ഷൻ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.